നമസ്കാരം. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ഫിലിം ഇന്നലെ കണ്ടു. ഇപ്പം ടോവിനോയുടെ സിനിമയായിരുന്നു. നിമിഷ സജയൻ ഉണ്ട് ഫിലിമില്. ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ഫിലിമാണ് അദൃശ്യജാലകങ്ങൾ. എനിക്ക് സ്ലോ പേസ് മൂവീസിനോട് അങ്ങനെ ഒരു ഇഷ്ടക്കുറവാണ്. എന്നാൽ പോലും നൻപകൽ നേരത്ത് മയക്ക് എന്ന ഫിലിം ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു സ്ലോ പേസ് ആയിട്ടുള്ളൊരു മൂവി എനിക്ക് ഈ അദൃശ്യജാലകങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അദൃശ്യജാലകങ്ങൾ ഞാൻ കണ്ട കുറച്ച് എടുത്തു പറയത്തക്ക നല്ല കാര്യങ്ങളും എനിക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള തോന്നിയ ചില കാര്യങ്ങളും ഞാൻ പറയാം. ഈ യുദ്ധം പശ്ചാത്തലമാക്കി അപ്പം ആ സമയത്ത് കുറച്ച് ആൾക്കാർ, അതായത് അവരുടെ സ്ട്രഗിൾസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഫിലിമിൽ. സാധാരണക്കാരിൽ ഭ്രാന്തന്മാരാക്കപ്പെടുന്ന ചില മനുഷ്യര്, വേശ്യാവൃത്തിക്കായിട്ട് പോകപ്പെടുന്ന ചില സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ ജീവിതം, അവരുടെ കഥ, അനാഥമാക്കപ്പെട്ട ബാല്യങ്ങൾ, ഇതെല്ലാം കാണിക്കുന്നുണ്ട് സിനിമയില്. ത്രൂ ഔട്ട് ആ ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സിനിമയിൽ. അപ്പം എന്തിനാണ് യുദ്ധം, എന്താണ് എന്നൊന്നും പറയുന്നില്ല കഥയിൽ. പിന്നെ ഇന്ദ്രൻസ് ചേട്ടൻ വരുന്ന ആ ഒരു ഭാഗത്ത് തൊട്ടിട്ട് കഥയുടെ പലതരത്തിലുള്ള ജാലകങ്ങൾ തുറക്കുകയാണ്. ഒരു പുതിയൊരു ഏരിയയിലോട്ടാണ് കഥ പോകുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് വാറും അതിന്റെ കോൺസിക്വൻസും, അതിനെ എങ്ങനെയൊക്കെ ഡീല് ചെയ്യാമെന്ന് അതിന്റെ ആൾക്കാർ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയാൻ ശ്രമിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടായി. എന്നാലും സ്റ്റിൽ ഞാൻ അതെല്ലാം ആസ്വദിച്ചു. പുസ്തകം വായിക്കുന്നതിലൂടെ, മ്യൂസിക് കേൾക്കുന്നതിലൂടെ ഒക്കെ ആ വാറിനെ ഡീല് ചെയ്യാൻ പറ്റും, സമാധാനം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കഥ പറഞ്ഞു വെക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. പിന്നെന്താ, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അതിൻ്റെ ഒരു റാന്തലൊക്കെ പിടിച്ചുകൊണ്ട് ഒരു നിറയെ ഈ നക്ഷത്രങ്ങളായിട്ടുള്ള ഒരു രാത്രിയിൽ നമ്മുടെ ടോവിനോയും നിമിഷ സജയനും പോകുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത് ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ഒരു സീനായിരുന്നു. വേറെ എന്താ, ഇങ്ങനെയൊക്കെ. അപ്പം ഇനിയും എനിക്ക് തോന്നിയ കുറച്ച് കൺഫ്യൂഷൻ ഞാൻ പറയാം. എന്തിനാണ് യുദ്ധം എന്നവിടെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന പോലെ അദൃശ്യമായ കാര്യങ്ങള്, മീൻസ് അതിന്റെ ക്ലൈമാക്സും പിന്നെ ഒരു ലാസ്റ്റ് ഭാഗമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്താണ് ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായില്ല. എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പം അതിന്റെ സിനിമയുടെ എനിക്ക് തോന്നുന്ന ടൈറ്റിൽ പറയുന്ന പോലെ എല്ലാവർക്കും തുറക്കാത്ത അദൃശ്യമായ ജാലകങ്ങൾ തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഒരു 10-ൽ 8-8.5 മാർക്കൊക്കെ ഞാൻ കൊടുക്കും. കാരണം അതിന്റെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസം, ഒരു ഡിഫറെന്റ് ഒരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീമും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ കൂടുതലായിട്ട് യുദ്ധവും സമാധാനവും എന്നൊക്കെയുള്ള കാര്യങ്ങളും, പിന്നെ അതിന്റെ പല കാര്യങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ഉപമ പോലെയൊക്കെ പറയുന്നതും ഒക്കെ
ഏറെക്കുറെ രസകരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അദൃശ്യജാലങ്ങളെ കുറിച്ച് പറയാന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക. കാരണം എനിക്കത് മനസ്സിലായില്ല എന്താണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അദൃശ്യമായ ജാലകങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഈ വീഡിയോ. നന്ദി, നമസ്കാരം.